വാക്കുകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. വാക്കുകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വാക്കുകൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? വാക്കുകൾ അർത്ഥങ്ങളുടെ കൂടാരത്തിലേക്ക് എങ്ങനെയാണ് ചേക്കേറുന്നത്? വാക്കുകളും അർത്ഥങ്ങളും തമ്മിലുള്ള ബന്ധം എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള വിഷയങ്ങളാണ് ഈ ഭാഗത്ത് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു വാക്കിന് ആ വാക്ക് ഉച്ചരിക്കുന്നയാൾ പറയുന്ന അർത്ഥം മാത്രമാണോ ഉള്ളത്, അല്ലെങ്കിൽ അത് സംസാരിക്കുന്നയാൾ ഉദ്ദേശിക്കുന്ന അതേ അർത്ഥത്തോടു കൂടിയാണോ ശ്രോതാവ് കേൾക്കുന്നത് എന്നൊക്കെയുള്ള ആശയങ്ങളാണ് ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കെനിയൻ എഴുത്തുകാരനായ ഗൂഗി വാ തിയാങ്കോ എന്ന മനുഷ്യന്റെ കുട്ടിക്കാലത്തെ അനുഭവത്തെക്കുറിച്ച് ഒരല്പം പറയാം. അദ്ദേഹം കെനിയൻ എഴുത്തുകാരനായിരുന്നുവെങ്കിലും ഇംഗ്ലീഷിലാണ് അദ്ദേഹത്തിന്റെ മിക്കവാറും കൃതികൾ പുറത്തിറങ്ങിയിരുന്നത്. നോബൽ പ്രൈസിന് വരെ അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്തരം ഒരു അവസരത്തിൽ അദ്ദേഹം ഒരു വാർത്താ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രഖ്യാപനം നടത്തി. ലോകം മുഴുവൻ ഞെട്ടിയ ഒരു പ്രഖ്യാപനമായിരുന്നു അത്. ആ പ്രഖ്യാപനം എങ്ങനെയാണ്? ഞാൻ ഇനിമേൽ ഇംഗ്ലീഷിൽ എഴുതുകയില്ല. ഗിഗുയു എന്ന എൻ്റെ മാതൃഭാഷയിൽ മാത്രമേ ഞാൻ ഇനിമേൽ എഴുതുകയുള്ളൂ. എൻ്റെ പുസ്തകങ്ങൾ ആർക്കെങ്കിലും വായിക്കണമെന്നുണ്ടെങ്കിൽ അത് ഗിഗുയു ഭാഷയിൽ നിന്ന് പരിഭാഷപ്പെടുത്തി വായിച്ചുകൊള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളെ കുറിച്ച് വ്യക്തമാക്കുന്ന ഡീകോളനൈസിംഗ് ദ മൈൻഡ് എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ സ്കൂൾ ജീവിതകാലത്തെ ഒരു അനുഭവം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതായത് കോളനീകരണത്തിന്റെ എല്ലാവിധ ദുരന്തങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആ മനുഷ്യൻ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ആ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ വളരെ വിചിത്രമായ ഒരു ശിക്ഷാരീതി ആ സ്കൂളിൽ നടത്തിയിരുന്നു. എല്ലാ ദിവസവും രാവിലെ ഒരു കുട്ടിയെ വിളിച്ച് ഒരു ബട്ടൺസ് കൊടുക്കുമായിരുന്നു അദ്ദേഹം. ആരെങ്കിലും മാതൃഭാഷയിൽ സംസാരിച്ചാൽ ആ ബട്ടൺസ് ആ കുട്ടിക്ക് കൈമാറുന്നു. അങ്ങനെ ബട്ടൺസ് കിട്ടിയ ആൾ പിന്നീട് ആരാണ് മാതൃഭാഷയിൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇതര ഭാഷയിൽ സംസാരിക്കുന്നത് എന്ന് നോക്കി നടക്കും. ഒരുതരം ചാരന്മാരെ പോലെ ആ ബട്ടൺസ് കൈമാറും. ഒടുവിൽ എന്തിനേറെ പറയുന്നു, വൈകുന്നേരം സ്കൂൾ വിടുന്ന സമയത്ത് ആരുടെ കയ്യിലാണോ ബട്ടൺസ് ഉള്ളത് അയാളെ ഹെഡ് മാസ്റ്റർ പിടികൂടും. തുടർന്ന് ആരുടെ കയ്യിൽ നിന്നാണ് ഈ ബട്ടൺസ് തനിക്ക് ലഭിച്ചത് എന്ന് ഓരോരുത്തരോടും ചോദിക്കും. അങ്ങനെ അന്നേ ദിവസം ആർക്കൊക്കെയാണ് ഇംഗ്ലീഷ് ഇതര ഭാഷയിൽ, പ്രത്യേകിച്ച് സ്വന്തം ഭാഷയിൽ സംസാരിക്കേണ്ടി വന്നത്, ആ ഗതികെട്ടവരെ എല്ലാം പിടിച്ച് ശിക്ഷിക്കുമായിരുന്നു. ഇത്തരമൊരു വിചിത്രമായ ശിക്ഷാരീതി ഉണ്ടായിരുന്നു. ഇതോർത്ത് അത്ഭുതപ്പെടാൻ വരട്ടെ, നമ്മുടെ നാട്ടിലും മുമ്പ് ഇത്തരം ചില വാർത്തകൾ കേട്ടിട്ടുള്ളത് ഓർമ്മയിലുണ്ടാകുമല്ലോ. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മലയാളം സംസാരിച്ചതിന് തലമുട്ടയടിച്ച ഒരു സംസ്ഥാനമാണ് നമ്മുടേത് എന്ന കാര്യം വിസ്മരിച്ചുകൂടാ. ഞാൻ പറഞ്ഞു വരുന്നത് വാക്കുകളെ കുറിച്ചാണ്. വാക്കുകളുടെ പ്രസക്തി. യഥാർത്ഥത്തിൽ ഒരു വാക്കിന് ഒരു അർത്ഥം മാത്രമാണോ ഉള്ളത്? അല്ല, ഒരു വാക്കിന് ഒന്നിലേറെ അർത്ഥങ്ങളുണ്ട്. ചിലപ്പോൾ ഒരു വാക്ക് രാജ്യാതിർത്തികൾ തന്നെ കടന്നുപോയെന്ന് വയ്ക്കും. അത്തരത്തിലുള്ള ഒരു വാക്കിനെ നമുക്ക് എളുപ്പം ഓർത്തെടുക്കാം. ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നത് എല്ലാ രാജ്യങ്ങളിലും യാതൊരു ഭീതിയുമില്ലാതെ, ഭയാശങ്കകളില്ലാതെ കടന്നു ചെന്ന് എല്ലാ രാജ്യങ്ങളിലെ ഭാഷകളിലും ഇടം പിടിക്കാൻ സാധ്യതയുള്ള, ഇടം പിടിച്ച ഒരു വാക്കാണ് ക്വാറന്റൈൻ. കൊറോണ എന്ന വൈറസ് ഏതൊക്കെ രാജ്യങ്ങളിൽ ചെന്നോ അവിടെയെല്ലാം ക്വാറന്റൈൻ എന്ന വാക്കും ചെന്നിട്ടുണ്ടാവണം. അല്പകാലം മുമ്പ് ഇത്തരത്തിൽ എല്ലാ രാജ്യങ്ങളിലും ഇടം പിടിച്ചിട്ടുണ്ടാവുന്ന, എല്ലാ രാജ്യങ്ങളിലെയും ഭാഷകളിൽ ഇടം പിടിച്ചിട്ടുണ്ടാവുന്ന ഒരു വാക്കാണ് കമ്പ്യൂട്ടർ.
കമ്പ്യൂട്ടറിന് മലയാളത്തിലും പരിഭാഷയുണ്ട്, മറ്റെല്ലാ ഭാഷകളിലും പരിഭാഷകൾ ഉണ്ടാകും. എങ്കിലും കമ്പ്യൂട്ടറിനെ കമ്പ്യൂട്ടർ എന്ന് വിളിക്കാനാണ് മിക്കവാറും ഭാഷകളിലെ മനുഷ്യർക്ക് ഇഷ്ടം, അഥവാ കൂടുതൽ ഇഷ്ടം. ഞാൻ പറഞ്ഞു വരുന്നത് വാക്കുകൾ ചേക്കേറുന്നതിനെ കുറിച്ചാണ്. യഥാർത്ഥത്തിൽ ഈ വാക്കുകൾ എങ്ങനെയാണ് ഉണ്ടാവുക? വാക്കുകൾ ഉണ്ടാകുന്നതിനെ ഒരു മരമായി ചിത്രീകരിച്ചാൽ അതെങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. ഒരു ധാതു ഉണ്ടാകുന്നു. ധാതുവിന് റൂട്ട് എന്നാണ് അർത്ഥം. മലയാളത്തിൽ അതിനെ വേരുകൾ എന്ന് നമുക്ക് പറയാം. ഒരു മരത്തിന്റെ വേരുകൾ പോലെയാണ് ധാതു. ഈ ധാതുവിൽ നിന്നാണ് പിന്നീട് അതിന്റെ തായ്തടി പോലെ വാക്കുകൾ ഉണ്ടാകുന്നത്. ആ വാക്കുകളിൽ നിന്ന് നിരവധി ചില്ലകളിലൂടെ ഒട്ടനവധി ഇലകൾ ഉണ്ടാകുന്നത് പോലെയാണ് ഓരോ വാക്കിനും അർത്ഥങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. വിരൽ എന്നൊരു ധാതുവിൽ നിന്നാണ് വിരൽ എന്ന വാക്കുണ്ടാകുന്നത്. അതിന് ആദ്യത്തെ അർത്ഥം വിരിയുക എന്നതാണ്. വിരിയുന്നത് എന്താണോ അതാണ് വിരൽ. എന്നാൽ നമ്മൾ ഇപ്പോൾ കൂടുതലായി ഉപയോഗിക്കുന്ന അർത്ഥം വിരൽ എന്നത് കയ്യിലെ ഈ വിരിയുന്ന വിരലുകളെയാണ്. അതുപോലെ പക്ഷി, പക്ഷങ്ങളുള്ളത്, ചിറകുകളുള്ളത് പക്ഷിയാണ്. പറക്കുന്നതെല്ലാം പറവയാണ്. അങ്ങനെയാണല്ലോ നമ്മൾ യന്ത്രപക്ഷി, യന്ത്രപ്പറവ എന്നൊക്കെ വിമാനത്തിനെ പേരിട്ട് വിളിക്കുന്നത്. ഇങ്ങനെ അർത്ഥങ്ങൾ പല മട്ടിൽ പല ജില്ലകളിൽ ചേക്കേറുന്നുണ്ട്. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ എണ്ണ. എള്ളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആ ദ്രാവകത്തെ, ഓയിലിനെ മാത്രമാണ് ഒരു കാലത്ത് എണ്ണ എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴും എല്ലാത്തരം എണ്ണകളെയും, പെട്രോളിനെ ഉൾപ്പെടെ എണ്ണ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പെട്രോൾ പമ്പിലേക്കൊക്കെ പോകുമ്പോൾ എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ എണ്ണ അടിക്കാൻ പോകുന്നു എന്നായിരിക്കും പലരും പറയാറുള്ളത്. ഇത്തരത്തിൽ വാക്കുകൾ പല മട്ടിൽ പല ഇടങ്ങളിൽ അർത്ഥത്തിന്റെ ചില്ലകളിലേക്ക് ചേക്കേറാറുണ്ട്. സംസ്കൃതത്തിൽ നിന്നും അങ്ങനെ ഒട്ടനവധി വാക്കുകൾ നമ്മുടെ ഭാഷയിലേക്ക് ചേക്കേറിയിട്ടുണ്ട്, തികച്ചും വ്യത്യസ്തമായ അർത്ഥങ്ങളിലൂടെ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പ്രയോഗമാണ് പുച്ഛം. പുച്ഛം എന്നതിന് മലയാളത്തിലെ അർത്ഥം നമുക്കറിയാമല്ലോ. നമ്മൾ ചില അവസരങ്ങളിലെങ്കിലും ചില വാട്സപ്പ്, ഫേസ്ബുക്ക് കൂട്ടായ്മകളിലെങ്കിലും ചിലപ്പോൾ ഫീലിംഗ് പുച്ഛം എന്നൊക്കെ എഴുതി വിടാറുണ്ടല്ലോ. യഥാർത്ഥത്തിൽ പുച്ഛം എന്നതിന് പരിഹാസ സൂചകമായ ഒരു അർത്ഥമാണ് മലയാളത്തിലുള്ളത്. എന്നാൽ ഈ പദത്തിന്റെ യഥാർത്ഥ ഉറവിടം, ഈ പദം ഉത്ഭവിച്ചത് സംസ്കൃതത്തിലാണ്. സംസ്കൃതത്തിൽ പുച്ഛം എന്ന വാക്കിന്റെ അർത്ഥം വാല് എന്നാണ്. വാൽ, ടെയിൽ. പഞ്ചപുച്ഛമടക്കി നിൽക്കുക എന്ന അർത്ഥം, എന്ന പ്രയോഗമൊക്കെ അവിടെ ഉള്ളത് ഓർമ്മയുണ്ടല്ലോ. അതുപോലെ തന്നെ ഉദ്യോഗം എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ ജോലി എന്നാണ് ആ വാക്കിനെ അർത്ഥം കൽപ്പിക്കുന്നത്. എന്നാൽ സംസ്കൃതത്തിൽ തയ്യാറെടുപ്പ് എന്നാണ് അതിന്റെ അർത്ഥം. ഉദ്യോഗപർവം എന്ന് പറയുന്ന മഹാഭാരതത്തിലെ പർവ്വത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. ഇത്തരത്തിൽ വാക്കുകൾ അർത്ഥത്തിന്റെ വിശാലമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വേരുകളാകുന്ന ധാതുക്കളിൽ നിന്ന് ആവശ്യത്തിന് വെള്ളവും വളവും ഊർജവും സ്വീകരിച്ച തായ്തടിയിലൂടെ സഞ്ചരിച്ച് ഇലകളാകുന്ന അർത്ഥങ്ങളിലേക്ക് വാക്കുകൾ സഞ്ചരിക്കാറുണ്ട്. ഈ അവസരത്തിൽ മറ്റൊരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. അതായത്, നിങ്ങൾ ഒരു മരത്തിലെ ഇലകളെ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ഒരു മരത്തിലും ഇലകൾ ഒരേപോലെ ആയിരിക്കുകയില്ല. ശ്രദ്ധിച്ചു നോക്കൂ. മരത്തിലെ ഇലകളെല്ലാം വ്യത്യസ്തങ്ങളായിരിക്കും. ഒരു വൃക്ഷത്തിൽ ഒരു 10,000 ഇലകൾ ഉണ്ടെങ്കിൽ ആ 10,000 ഇലകളും വ്യത്യസ്ത ഇലകളായിരിക്കും. വ്യത്യസ്ത രൂപം, വ്യത്യസ്ത ആകൃതി, വ്യത്യസ്ത ചിട്ട, അതിന്റെ നാരുകളുടെ എണ്ണം ഒക്കെ വ്യത്യസ്തമായിരിക്കും. എന്നതുപോലെ ഓരോ വാക്കുകളും ആഗ്രഹിക്കുന്നത് വ്യത്യസ്തങ്ങളായ അർത്ഥം ഉണ്ടാവണമെന്നാണ്. നോക്കൂ, നമ്മുടെ പേര് വിളിക്കുന്നത് പോലും ഓരോ സാഹചര്യത്തിൽ പേരിന്റെ ടോൺ മാറുന്നതനുസരിച്ച്
അതിൽ ചില സൂചനകൾ കൂടി ഉൾപ്പെടുത്തിയായിരിക്കും നമ്മൾ സംബോധന ചെയ്യുന്നത്. ഈ അർത്ഥത്തിന്റെ വ്യത്യാസത്തെ കുറിച്ച് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഞാനൊരു വാചകത്തെ പരിചയപ്പെടുത്താം. എങ്കിലും നീ അത് എന്നോട് ചെയ്യരുതായിരുന്നു എന്നതാണ് ആ വാചകം. ഇതിലെ ഓരോ വാക്കുകൾക്കും ഊന്നൽ നൽകുന്നതനുസരിച്ച്, സ്ട്രെസ് കൊടുക്കുന്നതനുസരിച്ച് അർത്ഥം മാറുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. എങ്കിലും നീ എന്നോട് അത് ചെയ്യരുതായിരുന്നു എന്ന് വെച്ചാൽ ആ വാചകത്തിന്റെ അർത്ഥം, നീ അങ്ങനെ ചെയ്തതാണ് എനിക്ക് ഇത്ര പ്രയാസം ഉണ്ടാക്കിയത്. മറ്റൊരാളായിരുന്നു അങ്ങനെ ചെയ്തിരുന്നതെങ്കിൽ എനിക്ക് ഇത്രയും പ്രയാസം ഉണ്ടാവില്ലായിരുന്നു. എങ്കിലും നീ അത് എന്നോട് ചെയ്യരുതായിരുന്നു എന്ന് വെച്ചാൽ ആ ചെയ്ത കാര്യം എന്നോട് ചെയ്തിരുന്നു. മറ്റേതെങ്കിലും ഒരു കാര്യം നീ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ സഹിക്കുമായിരുന്നു എന്നതാണ് എൻ്റെ വേണ്ടി. എങ്കിലും നീ അത് എന്നോട് ചെയ്യരുതായിരുന്നു എന്ന് പറയുമ്പോൾ അർത്ഥം മാറുകയാണ്. എങ്കിലും നീ അത് എന്നോട്, നീ അത് മറ്റാരെങ്കിലും അത് ചെയ്തോളൂ, അതെനിക്ക് വിഷമം ഉണ്ടാക്കത്തില്ലായിരുന്നു. അടുത്തൊരു അർത്ഥം നോക്കൂ, എങ്കിലും നീ അത് എന്നോട് ചെയ്യരുതായിരുന്നു. എങ്കിലും നീ അത് എന്നോട് ചെയ്യരുതായിരുന്നു, നിനക്കത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്ന മട്ടിൽ അർത്ഥമാവും. അതായത് ഒരേ വാചകത്തിൽ തന്നെ അർത്ഥം പല മാതിരി പല മട്ടിൽ മാറാൻ തുടങ്ങുന്നു. ഇത്തരത്തിൽ അർത്ഥം മാറുന്നത് വളരെ ശ്രദ്ധേയമായ പുതിയ വാക്കുകൾ ഉണ്ടാകുമ്പോൾ അർത്ഥം മാറുന്നത് പല മട്ടിലാണ്. ഇത്തരത്തിൽ വാക്കുകളുടെ ഒരു അർത്ഥത്തിന്റെ സാധ്യതകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മലയാളത്തിലും അത്തരത്തിൽ ചില കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയിട്ടുണ്ട് വാക്കുകളുടെ കാര്യത്തിൽ. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ അടുത്ത കാലത്ത് ഒരു കുട്ടി കൗതുകകരമായൊരു ചോദ്യം എന്നോട് ചോദിച്ചു. മലയാളത്തിൽ എത്ര സംസ്കൃത പദങ്ങളുണ്ട് എന്നതായിരുന്നു ആ ചോദ്യം. വളരെ കൗതുകകരമായൊരു ചോദ്യമായതുകൊണ്ട് ഞാൻ കൊടുത്ത മറുപടിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ആമുഖമായി പറയാമെന്ന് കരുതുന്നു. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു ഭാഷയിലും ഉപയോഗിക്കുന്ന വാക്കുകൾ ആ ഭാഷയിലേത് തന്നെയാണ്. മലയാളത്തിൽ ഉപയോഗിക്കുന്ന സംസ്കൃത വാക്കുകൾ യഥാർത്ഥത്തിൽ മലയാളം തന്നെയാണ്. മലയാളം കടം കൊണ്ട വാക്കുകളുടെ കൂട്ടത്തിൽ സംസ്കൃതം മാത്രമല്ല, മറ്റു പല ഭാഷകളുമുണ്ട്. മേശ, അലമാര, ജനാല, വികാരി, വസ്ത്രം എന്നിങ്ങനെയുള്ള പദങ്ങൾ പോർച്ചുഗീസ് ആണെങ്കിലും നമ്മൾ മലയാളമായി അംഗീകരിക്കുന്നു. അതുപോലെ ഹാജർ, മൈതാനം, വക്കീൽ എന്നിങ്ങനെയുള്ള വാക്കുകൾ മലയാളമല്ല അറബിയാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ? മലയാളം എന്നല്ല ലോകത്തിലെ ഒരു ഭാഷയും അസൽ പദങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിക്കപ്പെട്ടവയല്ല. നോക്കണേ, അസൽ എന്ന വാക്കുപോലും ഞാനിപ്പോൾ ഉപയോഗിച്ചത് യഥാർത്ഥത്തിൽ അറബി പദമാണ്. അസൽ എന്നത് അറബി പദമാണ്. മലയാളം സ്വീകരിച്ചിട്ടുള്ള പദങ്ങളിൽ കൂടുതൽ സംസ്കൃതമാണ് എന്ന് വാദത്തിനു വേണ്ടി പറയാമെന്നേ ഉള്ളൂ. മലയാളത്തിന് പദങ്ങൾ നൽകിയിട്ടുള്ള ഭാഷകൾ നിരവധിയാണ്. ഇന്ത്യൻ ഭാഷകളിൽ തന്നെ തമിഴ്, സംസ്കൃതം എന്നിവ ഈ പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുന്നു. ഹിന്ദി, തെലുങ്ക്, കന്നഡ, കൊങ്കിണി തുടങ്ങി ധാരാളം ഭാരതീയ ഭാഷകളും അറബി, പേർഷ്യൻ, ഉറുദു, തുർക്കി, സുറിയാനി, ഹീബ്രു എന്നിങ്ങനെയുള്ള പൗരസ്ത്യ ഭാഷകളും കൊളോണിയൽ കാലഘട്ടം മുതൽ തുടങ്ങിയ പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച് സമ്പർക്കവുമെല്ലാം മലയാളത്തിന് നൽകിയത് ബൃഹത്തായ പദസമ്പത്താണ്. വീടുകളിൽ കക്കൂസും വരാന്തയും ജനലും മേശയും പാശ്ചാത്യരുടെ സംഭാവനയാണെങ്കിൽ, കോടതികളിലെ വക്കാലത്തും ഹാജറും മഹസറും പരാതിയും മുഗൾ കാലഘട്ട പൗരസ്ത്യ ഭാഷാ സ്വാധീനത്തിൽ ഭരണ നിയമ പദാവലിയിൽ ഇടം പിടിച്ചവയാണ്. ഏതായാലും പദ സ്വീകരണത്തിൻ്റെ 4 വിധങ്ങൾ പരിചയപ്പെടാം. ആദ്യത്തെ ഒരു വിധമെന്ന് പറയുന്നത് സ്വതന്ത്ര ആഗമ ശബ്ദമാണ്. യാതൊരു രൂപഭേദവും വരുത്താതെ ഒരു പദം ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് സ്വീകരിക്കുന്നതിനെയാണ് സ്വതന്ത്രാഗത ശബ്ദം എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ സ്വിച്ച്, റോക്കറ്റ്, റേഡിയോ, ടെലിവിഷൻ, ചോക്ലേറ്റ്, പെൻസിൽ തുടങ്ങിയ പദങ്ങൾ ഇങ്ങനെ കടന്നു വന്നവയാണ്.
പുതിയ പദങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം ഏത് ഭാഷയിൽ നിന്നാണോ സ്വീകരിക്കുന്നത് അതിലെ പദങ്ങൾ അതേപടി സ്വീകരിക്കുന്നതാണ് ഇത്. ഇവയ്ക്ക് തത്സമ രൂപങ്ങൾ എന്നും പറയാം. മറ്റൊരു വിധം എന്താണെന്ന് പരിശോധിക്കാം. ആഗതാർത്ഥ പരിവൃത്തി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം. ഈ പേര് കേട്ട് വിഷമിക്കുകയൊന്നും വേണ്ട, അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. പദം ഏതു ഭാഷയിൽ നിന്നാണോ സ്വീകരിച്ചത് ആ ഭാഷയിൽ അത് ഉൾക്കൊള്ളുന്ന ആശയം മാത്രം സ്വീകരിക്കുകയും തങ്ങളുടെ ഭാഷയിൽ ആശയത്തിന് അനുരൂപമായ പുതിയ വാക്കുണ്ടാക്കുകയും ചെയ്യുന്നതിനാണ് ആഗതാർത്ഥ പരിവൃത്തി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ട്രെയിൻ എന്ന പദത്തെ തീവണ്ടി എന്നും റേഡിയോ എന്ന പദത്തെ ആകാശവാണി എന്നും പുതിയ പദങ്ങൾ നൽകി സ്വീകരിച്ചതാണ് ഇതിന് ഉദാഹരണമായി പറയാൻ കഴിയുന്നത്. മറ്റൊരു വിധം ഇനി പരിചയപ്പെടാം. ആഗത പരിഭാഷ എന്ന് അതിനെ പേരിട്ട് വിളിക്കാം. സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന പദങ്ങൾ സമാസിച്ച പദങ്ങളാണെങ്കിൽ ആ പദങ്ങൾക്ക് തുല്യമായ വിവർത്തന പദങ്ങൾ ഭാഷയിൽ പലപ്പോഴും രൂപപ്പെടുത്താറുണ്ട്. ഈ രീതിക്കാണ് ആഗത പരിഭാഷ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് വൈറ്റ് മാൻ എന്ന ഇംഗ്ലീഷുകാരുടെ പ്രയോഗത്തെ നമ്മൾ വെള്ളക്കാരനെന്നും ബ്ലാക്ക് ലെഗ് എന്ന പ്രയോഗത്തെ കരിങ്കാലി എന്നും വിശേഷിപ്പിക്കാറുള്ളത് ഓർക്കുമല്ലോ. മറ്റൊരു രീതിയാണ് ആഗത മിശ്രം. സ്വതന്ത്ര ആഗത ശബ്ദത്തിൻ്റെയും ആഗത പരിഭാഷയുടെയും സമ്മിശ്ര രൂപമാണ് ആഗത മിശ്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു രീതി. സിനിമാശാല എന്ന പദം ഉദാഹരണമായി എടുത്തു നോക്കൂ. സിനിമ എന്ന ഇംഗ്ലീഷ് പദം രൂപഭേദം കൂടാതെയും തിയേറ്റർ എന്ന പദം പരിഭാഷപ്പെടുത്തിയും ഉപയോഗിച്ചിരിക്കുന്നു എന്ന് കാണാം. പദങ്ങളുടെ രൂപത്തിലോ അർത്ഥത്തിലോ യാതൊരു മാറ്റവും വരുത്താത്ത പദങ്ങൾ കടം കൊള്ളുന്നതാണ് ആദ്യത്തെ രീതി. അശോകം, അനുരാഗം, ഹിതം, ശംഖ്, ദണ്ഡം തുടങ്ങി നിരവധി പദങ്ങൾ സംസ്കൃത ഭാഷയിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൽ നിന്ന് നിരവധി പദങ്ങൾ മലയാളത്തിലേക്ക് സ്വീകരിച്ചിട്ടുള്ളതും ഉദാഹരിക്കാം. സൂപ്രണ്ട്, സർക്കുലർ, ചെക്ക്, ബോണ്ട് എന്നിങ്ങനെയുള്ള പദങ്ങൾ. പദങ്ങൾ അർത്ഥത്തിൽ വ്യത്യാസം വരുത്തി രൂപത്തിൽ യാതൊരു വ്യത്യാസവും വരുത്താതെ സ്വീകരിക്കുന്നതാണ് മറ്റൊരു രീതി. താമസം, ശുണ്ഠി, വിവരം, പുച്ഛം, സാധു, ഉദ്യോഗം എന്നിങ്ങനെയുള്ള പദങ്ങൾ നോക്കൂ. സംസ്കൃത പദങ്ങൾ അതേ രൂപത്തിൽ മലയാളത്തിലേക്ക് സ്വീകരിച്ചിരിക്കുന്നുവെന്ന് കാണാം. എന്നാൽ സംസ്കൃതത്തിലെ അർത്ഥമല്ല മലയാളത്തിലുള്ളത്. താമസം എന്ന പദത്തിന് സംസ്കൃതത്തിൽ തമോ ഗുണത്തെ സംബന്ധിച്ചത്, ഇരുട്ടിനെ സംബന്ധിച്ചത് എന്നാണ് അർത്ഥം. മലയാളത്തിൽ അതിന് കാലതാമസം, വീടുകളിൽ കഴിഞ്ഞുകൂടുക എന്നൊക്കെയാണ് അർത്ഥം. സംസ്കൃതത്തിൽ ശുണ്ഠി എന്ന പദത്തിന് ചുക്ക് എന്നാണ് അർത്ഥം. പക്ഷേ ഇവിടെ മലയാളത്തിൽ നമ്മൾ മുൻകോപം എന്ന് അർത്ഥം കൽപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ പുച്ഛം എന്നതിന് മറ്റൊരു അർത്ഥമാണ് കൽപ്പിച്ചിരിക്കുന്നത്. പുച്ഛം എന്നാൽ യഥാർത്ഥത്തിൽ വാൽ എന്നാണ് അർത്ഥം. സംസ്കൃതത്തിലെ അർത്ഥം വാൽ എന്നാണ്. പക്ഷേ നമ്മളിവിടെ പരിഹാസം, നിന്ദ എന്ന അർത്ഥത്തിലാണ് പുച്ഛത്തെ ഉപയോഗിക്കുന്നത്. അതുപോലെ സാധു എന്നാൽ സംസ്കൃതത്തിൽ നല്ല മനുഷ്യൻ എന്നാണ് അർത്ഥം. മലയാളത്തിൽ പാവപ്പെട്ടവൻ എന്ന് നമ്മൾ അർത്ഥം കൽപ്പിച്ചിരിക്കുന്നു. ഉദ്യോഗം എന്നത് ഒരു സംസ്കൃത പദമാണ്. ഉദ്യോഗപർവം ഓർക്കുന്നുണ്ടാകുമല്ലോ. ഒരുക്കം കൂട്ടുക, തയ്യാറെടുക്കുക എന്നൊക്കെയാണ് സംസ്കൃതത്തിൽ ഉദ്യോഗത്തിന് അർത്ഥം. പക്ഷേ നമ്മുടെ ഭാഷയിൽ അതിന് ജോലി എന്ന അർത്ഥമാണ് കൽപ്പിച്ചിരിക്കുന്നത്. സംസ്കൃത പദങ്ങളെ അതേപടി സ്വീകരിച്ചിരിക്കുകയാണെങ്കിലും അർത്ഥത്തിന് രണ്ടു ഭാഷകളിലും വ്യത്യാസമുണ്ട് എന്ന് കാണാം. മറ്റൊരു തരത്തിൽ ഈ ഭാഷാരൂപങ്ങളെ വിവർത്തന രൂപത്തിൽ സ്വീകരിക്കുന്ന രീതിയും പതിവുണ്ട്. ഉച്ചഭാഷിണി നോക്കൂ. ഉച്ചഭാഷിണി എന്ന പദം ലൗഡ് സ്പീക്കർ എന്ന പദത്തിൽ നിന്നും രൂപമെടുത്ത ഒരു വിവർത്തന പദമാണ്. അതുപോലെ സിനി സ്റ്റാർ എന്ന ഒരു പദത്തെ നമ്മൾ സിനിമാ താരമെന്നും ലയൺ ഷെയർ എന്ന പ്രയോഗത്തെ സിംഹഭാഗം എന്നും കോൾഡ് വാർ എന്നതിനെ ശീതസമരം എന്നും ഗോൾഡൻ ഏജ് എന്നതിനെ സുവർണകാലം എന്നും ഫുട് നോട്ട് എന്നതിനെ അടിക്കുറിപ്പ് എന്നും വിവർത്തനം ചെയ്ത് സ്വീകരിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റൊരു രീതിയാണ്
അന്യഭാഷാ പദങ്ങളെ സ്വന്തം ഭാഷയിലെ പദങ്ങളോട് കൂട്ടിച്ചേർത്ത് മിശ്ര പദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രീതി. അതായത് രണ്ട് ഭാഷകളിലെയും വാക്കുകൾ ചേർത്തായിരിക്കും മിക്കവാറും അത്തരം പദങ്ങൾ ഉണ്ടാക്കുന്നത്. അതിന് ചില ഉദാഹരണങ്ങൾ പറയാം. പട്ടി ബിസ്ക്കറ്റ്, കറി മസാല, മുന്തിരി ജ്യൂസ്, കോഴി സൂപ്പ്. ഈ പദങ്ങൾ ശ്രദ്ധിക്കൂ. ഒരു പദം മലയാളവും അടുത്തത് മറ്റൊരു ഭാഷയും. ആദ്യ പദം മലയാളവും രണ്ടാം പദം ഇംഗ്ലീഷുമായി ഇത്തരത്തിൽ ഒരുപാട് പദങ്ങൾ മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ രണ്ട് പദങ്ങൾ ചേർത്ത് ഉള്ള ഒരു മിശ്രണമാണ് ഇവിടെ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, വാക്കുകൾ ഇത്തരത്തിൽ പല രീതിയിൽ പല അർത്ഥങ്ങളിലേക്ക് ചേക്കേറാറുണ്ട്. ഓരോ വാക്കുകളും തങ്ങളുടെ അർത്ഥം വിട്ട് അല്ലെങ്കിൽ അർത്ഥത്തിനുപരിയായി മറ്റൊരർത്ഥത്തിലേക്ക് മറ്റൊരു വിധത്തിലേക്ക് ചേക്കേറാൻ വേണ്ടി വെമ്പൽ കൊണ്ടിരിക്കുകയാണ്. ഈ അർത്ഥമാറ്റത്തിന് പ്രധാനമായും ചുക്കാൻ പിടിക്കുന്നത് മിക്കവാറും എഴുത്തുകാരായിരിക്കും, സാഹിത്യകാരന്മാരായിരിക്കും എന്ന് പറയേണ്ടതില്ലല്ലോ. വാക്കുകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ മാമോദീസ നടത്തുന്നത് എഴുത്തുകാരാണ്, സാഹിത്യകാരന്മാരാണ് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി തോന്നേണ്ട കാര്യവുമില്ല. വാക്കുകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.